CK ഉണ്ണികൃഷ്ണൻ ഷൊർണൂരിൻ്റെ മുത്തശ്ശിത്തേന്മാവും മക്കളും എന്ന ബാലകഥാസമാഹാരത്തിൽ നിന്നും പാത്തുമ്മ എന്ന കഥ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലൈം ഇക്ബാൽ. കഥ പാത്തുമ്മ. വൃദ്ധയായ പാത്തുമ്മ വലിയൊരു വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. ധാരാളം സ്വത്തുള്ള പാത്തുമ്മയുടെ വീട്ടിൽ നിന്നും മോഷ്ടിക്കാൻ പഠിച്ച വിദ്യകൾ പലതും നോക്കിയിട്ടും കള്ളന്മാർക്ക് തരപ്പെട്ടില്ല. അവസാനം കള്ളൻ നാണു പാത്തുമ്മയുടെ കഴുത്തിൽ കിടക്കുന്ന മാല കയ്യിലാക്കാൻ തീരുമാനിച്ചു. ഒരു ദിവസം രാത്രി അവൻ പമ്മി വീടിൻ്റെ അടുത്ത് ചെന്ന് മുറ്റത്ത് നിൽക്കുന്ന മാവിൻ്റെ മറവിൽ ഒളിഞ്ഞിരുന്നു. പാത്തുമ്മ എന്തോ ആവശ്യത്തിന് വാതിൽ തുറന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതായിരുന്നു. പിന്നിലൂടെ മിന്നൽ വേഗത്തിൽ പാഞ്ഞു ചെന്ന നാണു മാല പൊട്ടിച്ചു കൊണ്ടോടി. എന്നാൽ പകുതി ഭാഗം പാത്തുമ്മയുടെ കഴുത്തിൽ തന്നെയായി. അപകടം മനസ്സിലാക്കിയ പാത്തുമ്മ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു, "ഇതുകൂടെ കൊണ്ടുപോയിക്കോളി, എനിക്ക് എന്തിനാണ് മുറിഞ്ഞ മുക്കുപണ്ടം?" അത് കേട്ടതും നാണു അന്താളിച്ചു നിന്നുപോയി. രാത്രി ബുദ്ധിമുട്ടി ഒളിച്ചിരുന്നത് മുക്കുപണ്ടത്തിന് വേണ്ടിയായിരുന്നോ? അവന് ദേഷ്യം സഹിക്കവയ്യാതായി. പിന്നെ ഒട്ടും വൈകിയില്ല. ഇരുളിൻ്റെ മറവിൽ നിന്നുകൊണ്ട് നാണു ദേഷ്യത്തോടെ കയ്യിലെ മാല കൊണ്ട് മുറ്റത്ത് നിൽക്കുന്ന പാത്തുമ്മയുടെ മുഖം നോക്കി ഒരേറ് കൊടുത്തു. മാല കിട്ടിയപ്പോൾ പാത്തുമ്മയ്ക്ക് സന്തോഷമായി. "നിജ്ജ് പൊക്കോളി, നാളെ നമ്മൾ തട്ടാനെ കൊണ്ട് വിളക്കിയിട്ടോളാം." അത് കേട്ട നാണു ഞെട്ടി. തനിക്ക് പറ്റിയ വിഡ്ഢിത്തത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ദേഷ്യം വന്നു. പിന്നെ അതിന് പകരം വീട്ടണമെന്ന് തീരുമാനിച്ച് അവിടെ നിന്നും സ്ഥലം വിട്ടു. പിന്നെയുള്ള ദിവസങ്ങളിൽ എങ്ങനെ പാത്തുമ്മയുടെ വീടിനുള്ളിൽ കയറി മോഷ്ടിക്കണം എന്ന ചിന്തയായി നാണുവിനെ. അങ്ങനെയിരിക്കെ പറ്റിയൊരു ദിവസം വന്നു ചേർന്നു. പാത്തുമ്മയുടെ വീടിൻ്റെ കുറച്ചകലെയുള്ളൊരു വീട്ടിൽ കല്യാണ സദ്യയ്ക്കുള്ള ഒരുക്കങ്ങൾ രാത്രി നടക്കുകയാണ്. ആ പ്രദേശത്തുള്ളവരെല്ലാം അവിടെ കൂടിയിരിക്കുന്നു. പാത്തുമ്മയും സഹായിക്കാൻ ചെന്നു. ആ തക്കം നോക്കി പാത്തുമ്മയുടെ വീട്ടിൽ നാണു കയറി. എന്തോ ആവശ്യത്തിന് വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ ആരുടെയോ കാൽപ്പെരുമാറ്റം പാത്തുമ്മ മുറിയിൽ നിന്നും കേട്ടു. ശ്രദ്ധിച്ചപ്പോൾ കള്ളൻ്റേതാണെന്ന് മനസ്സിലായി. വൈകിയില്ല. കയ്യിൽ കരുതി വെച്ചിരുന്ന തീപ്പെട്ടിയെടുത്ത് മുറ്റത്തെ വൈക്കോൽ കൂനയ്ക്ക് തീ കൊടുത്ത ശേഷം വിളിച്ചു കൂവി, "ഓടിവരണേ, എൻ്റെ പുരയ്ക്ക് തീ പിടിച്ചേ." സദ്യ ഒരുക്കുന്ന തിരക്കിനിടയിൽ ആളുകൾ തീ കത്തുന്നത് കണ്ട് ഓടിയെത്തി. വന്നവർ വൈക്കോൽ കൂന കത്തിച്ചു കൊണ്ട് നിൽക്കുന്ന പാത്തുമ്മയെ കണ്ട് അത്ഭുതപ്പെട്ടു. "എന്താ പാത്തുമ്മ ഈ കാണിച്ചത്?" "ഒന്നുമില്ല മക്കളെ, ഒരു കള്ളൻ എൻ്റെ വീടിൻ്റെ അകത്തുണ്ട്. സദ്യേൻ്റെ തിരക്കിൽ എത്ര ബഹളം വെച്ചാലും നിങ്ങൾ കേൾക്കൂലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ചെയ്ത പണിയാ." പിന്നെ താമസിച്ചില്ല. വന്നവരിൽ ചിലർ വീടിൻ്റെ ചുറ്റും വിളക്കും വടിയുമായി നിന്നു. ചിലർ അകത്തു കയറി മുറികളെല്ലാം പരിശോധന തുടങ്ങി. അപ്പോളതാ കള്ളൻ നാണു ഒരു മുറിയുടെ മൂലയിൽ പതുങ്ങിയിരിക്കുന്നു. അവർ അവനെ തല്ലാൻ തുടങ്ങിയതും പാത്തുമ്മ പറഞ്ഞു, "നിങ്ങളിപ്പോൾ ഓനെ വിട്ടോളി, ഓൻ്റെ പൊട്ടിച്ച സ്വർണ്ണമാല മടക്കി തന്നോനാ." പാത്തുമ്മയുടെ വാക്കു കേട്ടപ്പോൾ നാണുവിന് കുറ്റബോധം തോന്നി. അവൻ പാത്തുമ്മയുടെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞ് മടങ്ങിപ്പോയി. CK ഉണ്ണികൃഷ്ണൻ ഷൊർണൂരിൻ്റെ മുത്തശ്ശിത്തേന്മാവും മക്കളും എന്ന ബാലകഥാസമാഹാരത്തിൽ നിന്നുള്ള പാത്തുമ്മ എന്ന കഥയാണ് നിങ്ങൾ കേട്ടത്. നന്ദി.